നമസ്കാരം, ഞാൻ മനാഫ്. എൻ്റെ കേരളം എത്ര സുന്ദരമാണ്, ഹരിതാപവും പച്ചപ്പും. ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ കഴിയോ? ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഈ ഇലക്ഷനിൽ സകല പാർട്ടികളുടെയും ബാനറും പോസ്റ്ററും സകലതും കണ്ണ് കണ്ട എല്ലാ സ്ഥലത്തും ഒട്ടിച്ചിട്ട് മലിനമാക്കി കളയുക. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷനിൽ ഒട്ടിച്ച് തന്നെ അവിടെ കിടക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് എല്ലാ പാർട്ടിയിലുള്ള ഈ മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചും കൊണ്ട് വേണം ഇലക്ഷനെ നേരിടാനെന്ന്. പക്ഷെ ഇവിടെ ആരും അത് കൃത്യമായിട്ട് പാലിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് പോയിട്ട് ആ പോസ്റ്ററുകളൊക്കെ ഇവിടെ ഓരോ ചുമരുമലും ഓരോ സ്ഥലത്തും ഗവൺമെൻറ് പ്രോപ്പർട്ടികളായ ഇലക്ട്രിക്കൽ പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സകല സ്ഥലത്തും മറ്റുള്ളവൻ്റെ കണ്ടവൻ്റെ ഒരു സമ്മതം പോലും ഇല്ലാതെ മറ്റുള്ളവൻ്റെ മതിലുകളിൽ ഒക്കെ എന്താക്കുകയാണ്, ഒട്ടിക്കുക, എഴുതുക, പതിക്കുക. ഇതൊക്കെ ചെയ്തും കൊണ്ട് നിൽക്കുമ്പോൾ ഈ നാട് വൃത്തിഹീനമായി മാറുകയാണ്. ഈ ആളുകളാണ് ശുചിത്വത്തെ പറ്റിയിട്ടും വൃത്തിയെ പറ്റിയിട്ടൊക്കെ ഘോരഘോരമായി പ്രസംഗിക്കുന്നത്. നിങ്ങൾ പറയും ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. ഏറ്റവും ഈ നാട്ടിലുള്ള സുന്ദരമായ ഓരോ വഴികളും വൃത്തിഹീനമാക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളല്ലേ. ഇതിനെതിരെ സത്യത്തിൽ ആരും ശബ്ദിക്കാറില്ല. ഭയമാണ് എല്ലാവർക്കും. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് പറഞ്ഞില്ലെങ്കിൽ ഇത് തുടർന്നു കൊണ്ട് നിൽക്കും. ഇവർ ഇതൊക്കെ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഒരു ഇലക്ഷൻ ആകുമ്പോൾ പ്രചരണത്തിന് ഇതൊക്കെ ആവശ്യമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരാരെയും പിന്നെ ഈ വഴിക്ക് കാണാറില്ല. ജയിച്ചവനെയും കാണാറില്ല, തോറ്റവനെയും കാണാറില്ല. പിന്നെ ഇതൊരു സാധാരണക്കാർ അവരുടെ ഉത്തരവാദിത്തമായി മാറുകയാണ് ഈ വൃത്തിയാക്കൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒട്ടിക്കണ ചോട്ടാ നേതാക്കന്മാരോട് ചെന്ന് ചോദിക്കണം, ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തിയാക്കി തരുമെന്നുള്ളത്. ഇതിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.